Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kotti. In the last class, we had discussed about Euclidean division lemma and Euclidean division algorithm. Today, we are trying to discuss about some practical problems to find HCF of on the basis of Euclidean division algorithm. Euclidean division algorithm, Euclidean algorithm നമ്മൾ ഉപയോഗിച്ച് നമുക്ക് എപ്രകാരം രണ്ട് നമ്പേഴ്സിൻ്റെ HCF കാൽക്കുലേറ്റ് ചെയ്യാമെന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം ഇറ്റ്സ് എ ടെക്നിക് ടു കമ്പ്യൂട്ട് HCF ഓഫ് A ആൻഡ് B വെർ A ആൻഡ് B ആർ ടു ഇൻഡിജേഴ്സ്. ഏത് രണ്ട് ഇൻഡിജേഴ്സും എയുടെയും ബിയുടെയും HCF കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത് യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. Here there are three steps. Step 1 is to apply Euclidean division lemma to A and B, and then we get two numbers Q and R such that A is equal to BQ plus R, where the value of R lies between 0 and absolute value of B. In step 2, if R is equal to 0, here the R that we got in step 1 equal to 0, then we can wind up the division procedure over there, and the value of B will be the HCF of A and B. If R is not equal to 0, we have to apply Euclidean division lemma by using the numbers B and R. Again, B and R ne ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? Euclidean division lemma വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യണം. And that's about step 2. And step 3 is we have to continue the process till the remainder is 0. അപ്പോൾ the division procedure carry out ചെയ്യുമ്പോൾ remainder 0 ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ പ്രൊസീജിയർ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ അല്ലെങ്കിൽ യൂക്ലിഡിയൻ ഡിവിഷൻ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യണം. എപ്പോഴാണോ ഈ റിമൈൻഡർ ഡിവിഷൻ്റെ റിമൈൻഡർ 0 ആകുന്നത് ആ സ്റ്റെപ്പിലെ ഡിവൈസറിൻ്റെ വാല്യൂ ആയിരിക്കും. The device at this stage will be the HCF of A and B. So that's about Euclidean division algorithm. നമുക്ക് പ്രോബ്ലംസിലേക്ക് നോക്കാം. സാധാരണ നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ്. ഇറ്റ് ഈസ് ഓഫ് ദ ഫോർമാറ്റ് യൂസിങ് യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം ഫൈൻഡ് HCF ഓഫ് AB ഓർ GCD ഓഫ് AB. രണ്ട് നമ്പേഴ്സ് എയും ബി, രണ്ട് ഇൻഡിജേഴ്സ് എയും ബിയും ഉണ്ടെങ്കിൽ അവയുടെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അല്ലെങ്കിൽ അത് മറ്റൊരു പേരാണ് GCD, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. HCFൻ്റെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് GCD. ദാറ്റ് ഇസ് HCF തന്നെ ഫുൾ ഫോം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണെങ്കിൽ GCD മീൻസ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ബോത്ത് കൺവേസ് ദ സെയിം മീനിങ്. അപ്പോൾ ഈ തന്നിട്ടുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം എയും ബിയും നമ്പേഴ്സിൻ്റെ HCF അല്ലെങ്കിൽ GCD നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓൾസോ റെപ്രസെൻറ്റ് ദ HCF ഓർ GCD ഇൻ ടേംസ് ഓഫ് A ആൻഡ് B. അപ്പോൾ അങ്ങനെ നമ്പേഴ്സിൻ്റെ GCD കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഓരോ GCDയെയും ഈ തന്നിട്ടുള്ള എയുടെയും ബിയുടെയും ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയും വേണം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. What about the first one? The first question is here A is equal to 455 and B is equal to 42. So രണ്ട് നമ്പേഴ്സ് എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ എന്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം? GCD ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബൈ യൂസിങ് യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം. നമ്മൾ വേറൊന്നും ചെയ്യാനില്ല. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ഉപയോഗിച്ച് ഇവയുടെ ഡിവൈസർ ഡിവിഡൻഡ് റൂൾ ഒന്ന് എഴുതുക. 455നെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 42 into 1 is 42. രണ്ട് ഡിജിറ്റ്സ് ആയിട്ട് എഴുതുമ്പോൾ 42 into 1 is 42. Again 35. Since 35 is less than 42, we can put a 0 over here. And ഇനി നമുക്ക് ഇറക്കി എഴുതാനായിട്ട് വേറെ ബാലൻസ് ഡിജിറ്റ്സ് ഒന്നും തന്നെ ഇല്ല. Therefore we can consider 35 as the remainder of this division process, whereas 10 as the quotient of this division process. So അങ്ങനെയെങ്കിൽ by using Euclidean division lemma I can write 455 is equal to 45 into 10 plus 35. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം അനുസരിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ചെയ്തു.
യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മയിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടുന്നില്ല, 0 കിട്ടുന്നില്ല. സോ വി ഹാവ് ടു കണ്ടിന്യൂ ദ പ്രോസസ്സ്. അപ്പോൾ GCD കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ഉപയോഗിച്ച് നമ്മൾ ഡിവൈസർ ഡിവിഡൻറ്റ് റൂൾ നമ്മൾ എഴുതി. അവിടെ റിമൈൻഡറിൻ്റെ വാല്യൂ 0 അല്ലാത്തത് കൊണ്ട് വി ഹാവ് ടു കണ്ടിന്യൂ ദ പ്രോസസ്. ഇവിടെ എന്താ പറയുന്നത്, ഇഫ് ആർ നോട്ട് ഈക്വൽ ടു 0 എഗെയിൻ വി ഹാവ് ടു അപ്ലൈ ഡിവിഷൻ ലെമ്മ ടു ബി ആൻഡ് ആർ. അപ്പോൾ ഈ കിടക്കുന്നൊക്കെ ഏത് ഫോർമാറ്റിലാണ്, എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ എന്ന ഫോർമാറ്റിലാണിത് കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ 0 അല്ലാത്തത് കൊണ്ട് എഗെയിൻ വി ഹാവ് ടു അപ്ലൈ ദ യൂക്ലിഡിയൻ ഡിവിഷൻ പ്രൊസീജിയർ, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ടു ഏതൊക്കെ നമ്പേഴ്സിനാ, ബി ആൻഡ് ആർ. ബിക്കും ആറിനുമായിട്ട് എന്തിനെ അപ്ലൈ ചെയ്യണം, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മയെ അപ്ലൈ ചെയ്യണം. അതായത് 42 എന്ന് പറയുന്ന നമ്പറിനെ എ ആയിട്ടും 35 എന്ന് പറയുന്ന നമ്പറിനെ ബി ആയിട്ടും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ നമ്മൾ അപ്ലൈ ചെയ്യണം. That is 42 divided by 35. So 35 into 1. It is 35 and remainder is 7. Okay. So the 42-നെ 35 ഡിവൈഡ് ചെയ്ത് നമുക്ക് quotient 1 remainder 7 കിട്ടി. So we can write by using Euclidean division lemma 42 is equal to 35 into 1 plus 7. അല്ലേ? അപ്പോൾ ഈ സ്റ്റെപ്പ് വന്നപ്പോഴും നമുക്ക് റിമൈൻഡർ എന്ത് വരുന്നില്ല, 0 വരുന്നില്ല. സോ again we have to continue the Euclidean division lemma by using these two numbers. ഏതാ, ബിയുടെ പൊസിഷനിലുള്ള നമ്പറായ 35നെയും ആറിൻ്റെ പൊസിഷനിലുള്ള നമ്പറായ 7നെ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ക്യാരി ഔട്ട് ചെയ്യണം. അപ്പോൾ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം 6 0 ആയി പോകുന്നുണ്ടോ. 6 0 ആകുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ബിയുടെ പൊസിഷനിലുള്ള ഡിവൈസറിനെയും ആറിൻ്റെ പൊസിഷനിലുള്ള റിമൈൻഡറിനെ ഉപയോഗിച്ച് വീണ്ടും എന്ത് ചെയ്യണം, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം. Therefore 35നെയും 7നെയും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ക്യാരി ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഡിവൈഡ് 35 യൂസിങ് 7. Therefore 35 on division with 7 we get 5 as quotient and 0 as remainder. So we can write 35 is equal to 7 into 5 plus 0. സോ ഈ തേർഡ് സ്റ്റേജിൽ നമുക്ക് റിമൈൻഡർ എന്തായിട്ട് കിട്ടി, 0 ആയിട്ട് കിട്ടി. അങ്ങനെയെങ്കിൽ യൂക്ലിഡിയൻ ഡിവിഷൻ എന്നത് എന്താണ് പറയുന്നത്, കണ്ടിന്യൂസ് പ്രോസസ് ടിൽ ദ റിമൈൻഡർ ബിക്കം 0. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റിമൈൻഡർ 0 കിട്ടി. ദെൻ ദ ഡിവൈസർ അറ്റ് ദിസ് സ്റ്റേജ് റിമൈൻഡർ 0 കിട്ടുന്ന ആ സ്റ്റേജിലെ ഡിവൈസറാണ് എന്ത്, HCF ഓഫ് AB എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ലാസ്റ്റ് സ്റ്റേജിലെ ഡിവൈസർ ഏതാണ്, 7 വിൽ ബി the HCF of ഏതൊക്കെ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയത്, 455 and 42. Therefore HCF of 455 and 42 is equal to 7. നമ്മൾ എന്ത് ചെയ്തു, രണ്ട് നമ്പേഴ്സിൻ്റെ HCF ബൈ യൂസിങ് യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ആ രണ്ട് നമ്പേഴ്സിനും അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മൾ റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്ന് നോക്കി, റിമൈൻഡർ 0 വരുന്നില്ല. സോ അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, ആ സ്റ്റെപ്പിലെ ഡിവൈസറിനെയും റിമൈൻഡറിനെയും ഉപയോഗിച്ച് വീണ്ടും യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തു. അവിടെ റിമൈൻഡർ 0 വരുന്നുണ്ടോ എന്ന് നോക്കി, അവിടെയും 0 വരുന്നില്ല. സോ അഗെയിൻ വീണ്ടും ലാസ്റ്റ് സ്റ്റെപ്പിലെ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലെ ഡിവൈസറിനെയും റിമൈൻഡറിനെയും ഉപയോഗിച്ച് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ക്യാരി ഔട്ട് ചെയ്തു. അപ്പോൾ എപ്പോൾ ഏത് സ്റ്റേജിലാണ് റിമൈൻഡർ 0 വരുന്നത് അത്രയും സ്റ്റേജ് വരെ നമ്മൾ എന്ത് ചെയ്യണം, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം ബൈ യൂസിങ് ദ ഡിവൈസർ ആസ് വെൽ ആസ് ദ റിമൈൻഡർ ഓഫ് ദ ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ അങ്ങനെ 0 റിമൈൻഡർ വരുന്ന സ്റ്റേജ് വരെ ചെയ്തതിന് ശേഷം ആ സ്റ്റേജിലെ ഡിവൈസറിൻ്റെ വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അവിടുത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ച രണ്ട് നമ്പേഴ്സിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത എയുടെയും ബിയുടെയും HCF എന്ന് പറയുന്നത്. സോ GCD ഓർ HCF ഓഫ് 455 and 42 ഈസ് 7. ഇനി എന്താണ് വേണ്ടത്, വി ഹാവ് ടു എക്സ്പ്രസ് ദിസ് GCD ഇൻ ടേംസ് ഓഫ് A and B. അപ്പോൾ ഇവിടെ 7 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, 4
55-ൻ്റെയും 42-ൻ്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല, 7 ഈക്വൽ ടു 455 ഇൻറ്റു സം നമ്പർ എക്സ് പ്ലസ് 42 ഇൻറ്റു വൈ. ഈ രീതിയിലുള്ള എക്സിനെയും വൈയെയും കണ്ടുപിടിക്കണമെന്ന് മാത്രമാണ്. അതായത് represent HCF or GCD in terms of A and B means here GCD is 7. So we have to represent 7 equal to 455 into x plus 42 into y. അതായത് 7-നെ, അതായത് നമുക്ക് കിട്ടിയ GCDയെ തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സായ എയുടെയും ബിയുടെയും മൾട്ടിപ്പിൾസിൻ്റെ സമ്മായിട്ട് എഴുതണം. ദാറ്റ് ഈസ് 7 is equal to 455 into ഏതോ ഒരു വാല്യൂ പ്ലസ് 42 ഇൻറ്റു ഏതൊരു വാല്യൂ ആയിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ആ രണ്ട് വാല്യൂസ് ഏതൊക്കെയാണെന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ റെപ്രസെൻറ്റ് HCF ഇൻ ടേംസ് ഓഫ് എ ആൻഡ് ബി. സോ ആ രണ്ട് വാല്യൂസ് എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ 3 സ്റ്റെപ്സ് ആണല്ലോ എന്തിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതത്തിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ 3 സ്റ്റെപ്പ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിൽ ലാസ്റ്റ് സ്റ്റെപ്പിൻ്റെ ആവശ്യം നമുക്ക് കഴിഞ്ഞു. GCD കണ്ടുപിടിച്ചതോടുകൂടെ ലാസ്റ്റ് സ്റ്റേജിൻ്റെ ആവശ്യം നമുക്ക് കഴിഞ്ഞു. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് നോക്കുക. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിലെ റിമൈൻഡർ എന്താണ്? 7 ആണ് അല്ലേ? സോ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിനനുസരിച്ച് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് എന്താ പറഞ്ഞിരിക്കുന്നത്? 42 ഈസ് ഈക്വൽ ടു 35 ഇൻറ്റു 1 പ്ലസ് 7 അല്ലേ? ഈ സ്റ്റേജിലെ റിമൈൻഡർ എന്താണ്? 7 ആണ്. സോ ഇവിടെ നമ്മൾ 7-നെ മാത്രം റിമൈൻ ചെയ്യിച്ചതിന് ശേഷം ബാക്കിയുള്ള ടേംസിനെ എല്ലാം ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഈക്വൽ ടുവിൻ്റെ ഓപ്പോസിറ്റ് ഓൾറെഡി 42 ഉണ്ടായിരുന്നു. 42 ഇനി 35 ഇൻറ്റു 1 പ്ലസ് 7 എന്ന റൈറ്റ് സൈഡ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ 7 മാത്രം മതി നമുക്ക്. കാരണം 7 ഈക്വൽ ടു എന്നാണ് നമുക്കൊരു ഇക്വേഷൻ കൊണ്ടുവരേണ്ടത് അല്ലേ? അപ്പോൾ ആ 7-നെ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ടേംസിനെ എല്ലാം എന്ത് ചെയ്യും? ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. therefore ഇവിടെ ഉണ്ടായിരുന്ന 42 ഈ 35 ഇൻറ്റു 1 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് 35 ഇൻറ്റു 1 ഈക്വൽ ടു 7 ഉണ്ടോ? ഇതല്ല ഞാനൊന്ന് തിരിച്ച് എഴുതുകയാണെങ്കിൽ ക്ലിയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 7 ഈസ് ഈക്വൽ ടു 42 മൈനസ് 35 ഇൻറ്റു 1 എന്ന് എഴുതാം ആണല്ലോ. സോ എനിക്ക് കൊണ്ടുവരേണ്ട ഫോർമാറ്റ് ഇപ്രകാരമാണ്. അതിൽ 7 ഈക്വൽ ടു എനിക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ 42 ഇൻറ്റു സം വൈ പ്ലസ് ഈ 35 ഇൻറ്റു 1 സ്ഥാനത്ത് എന്താക്കണം? 455 ഇൻറ്റു എക്സ് ആക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക, 42 ഓൾറെഡി നമുക്ക് ഇക്വേഷനകത്ത് വേണ്ടത്. സോ അതവിടെ നിന്നോട്ടെ. ഇനി എന്താ ഉള്ളത്? 35 ഇൻറ്റു 1 അല്ലേ? ഈ 35-നെയോ 1-നെയോ നമുക്ക് ഈ മൂന്ന് സ്റ്റെപ്പ് തൊട്ടുള്ള സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു. ഈ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി റിമൈനിങ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നും ഈ 35-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റുമോ എന്ന് ശ്രമിച്ച് നോക്കുക. അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ അതിന് എന്ത് ചെയ്യുക? അവിടെ റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് 455 ഈക്വൽ ടു 42 ഇൻറ്റു 10 പ്ലസ് 35 എന്നതിൽ നിന്ന് നമുക്ക് 35-ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇക്വേഷനോ അല്ലെങ്കിൽ 1-ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇക്വേഷനോ കിട്ടുമോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് 35 ഇവിടുത്തെ റിമൈൻഡർ ആണല്ലോ. 35-നെ മാത്രം ഈ സൈഡ് നിർത്തിക്കൊണ്ട് 42 ഇൻറ്റു 10-നെ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് എങ്ങനെ എഴുതാം? 455 that is plus 45 into 10 ആണ്. അപ്പോൾ 455 minus 45 into 10 equal to എന്താണെന്ന് എഴുതാം? 35 എന്ന് എഴുതാം ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ 35-ൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാം? 455 minus 42 into 10 എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ ആ 35-ൻ്റെ വാല്യൂ ഞാൻ എവിടെ കൊടുക്കുന്നു? ഈ ഇക്വേഷനകത്ത് കൊടുക്കുന്നു. സോ ഇറ്റ് ബിക്കം 7 is equal 42 മൈനസ് 35-ന് പകരം എന്ത് കൊടുക്കാം? 455 മൈനസ് 42 ഇൻറ്റു 10 എന്ന് കൊടുക്കാം. ഇൻറ്റു എന്തുണ്ട്? 1 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു
42 മൈനസ് ഈ 455നും ഈ ഇൻറ്റു 1 ബാധകമാണ്, 42 ഇൻറ്റു 10നും ഈ ഇൻറ്റു 1 ബാധകമാണ് അല്ലേ. 455 ഇൻറ്റു 1 മൈനസ് 42 ഇൻറ്റു 10 ഇൻറ്റു 1. ഇത് സിംപ്ലിഫിക്കേഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് 42 ഈ മൈനസ് ബ്രാക്കറ്റിനകത്തേക്ക് കൊടുക്കുന്നു, മൈനസ് 455 ഇൻറ്റു 1 എങ്കിൽ മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ്, പ്ലസ് 42 ഇൻറ്റു 10 ഇൻറ്റു 1 ഈസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കി 42 ഫസ്റ്റ് ടേമിലും ഉണ്ട് ലാസ്റ്റ് ടേമിലും ഉണ്ടല്ലേ. ഇവിടെ എനിക്ക് എങ്ങനെ കൊണ്ടുവരേണ്ടത്, എനിക്ക് കൊണ്ടുവരേണ്ട ഇക്വേഷൻ 7 ഇസ് ഈക്വൽ ടു 455 ഇൻറ്റു എക്സ് പ്ലസ് 42 ഇൻറ്റു വൈ ആണ്. അവിടെ 457 ഈക്വൽ ടു നമുക്ക് ഓൾറെഡി കിട്ടി അല്ലേ. 455 ഇൻറ്റു സം എക്സ്, ദാറ്റ് ഈസ് 455 ഇൻറ്റു എക്സിന് സാധനം എന്ത് വന്നു, 1 വന്നു, ഇവിടെ കിടപ്പുണ്ട് അല്ലേ. ഇനി എന്ത് വേണം, 42 ഇൻറ്റു വൈ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 42 ഉണ്ട്, ഇവിടെയും 42 ടേം ഉണ്ട്. 2 42 ടേമുകൾ എന്ത് ചെയ്യുന്നു, കോമൺ എടുക്കുന്നു. therefore 42 ഇൻറ്റു ഫസ്റ്റ് ടേം ബാക്കി എന്തോ ഉണ്ട്, 1 ഉണ്ട്, ലാസ്റ്റ് ടേം ബാക്കി എന്തോ ഉണ്ട്, പ്ലസ് 10 മൈനസ് 455 ഇൻറ്റു 1 എന്ന് എഴുതും. ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ് മുകളിലേക്ക്. സോ 7 ഇസ് ഈക്വൽ ടു 42 ഇൻറ്റു 1 പ്ലസ് 10 ഈസ് 11 മൈനസ് 455 ഇൻറ്റു 1 അല്ലേ. അപ്പോൾ ഇപ്പോൾ എന്തായി, 7 ഈക്വൽ ടു എനിക്ക് കിട്ടി അല്ലേ. 42 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് എന്ത് വന്നു, 11 വന്നു അല്ലേ. ഇനി എന്താ നടുക്ക് എന്താ വേണ്ടത്, പ്ലസ് ആണ് വേണ്ടത്. ഇവിടെ എന്താ നടക്കുന്നത്, മൈനസ് അല്ലേ. സോ ഈ മൈനസിനെ ഞാൻ ആർക്കും കൊടുക്കുന്നു, 1ന് അങ്ങ് കൊടുക്കുന്നു. 455 എന്ത് വേണം, പോസിറ്റീവ് വേണം അല്ലേ. പിന്നെ ബാക്കി ആ എക്സ്ട്രാ ഉള്ള മൈനസ് ആർക്കേ കൊടുക്കാൻ പറ്റൂ, ഈ എക്സിനെല്ലാം കൊടുക്കാൻ പറ്റൂ. സോ നടുക്ക് പ്ലസ് വരുത്താൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ഉള്ള മൈനസ് ആർക്ക് കൊടുക്കുന്നു, 1ന് കൊടുക്കുന്നു. therefore 7 is equal to 42 into 11 plus 455 into minus 1. This can be rearranged as 7 is equal to 455 into minus 1 plus 42 into 11. So നമ്മൾ 7 എന്ന് പറയുന്ന 455ൻ്റെയും 42ൻ്റെയും GCDയെ നമ്മൾ 455ൻ്റെയും 42ൻ്റെയും ടേംസിൽ എക്സ്പ്രസ് ചെയ്തു ബൈ ഫൈൻഡിങ് ആൻ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് 7 is equal to 455 into minus 1 plus 42 into 11. അപ്പോൾ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ തന്ന അവസാനത്തെ റിസൾട്ട് കറക്റ്റാണെന്ന് നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 455 ഇൻറ്റു -1 ചെയ്യുക, 42 ഇൻറ്റു 11 ചെയ്യുക, അവയെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോഴേക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിയാൽ മതി, 7 കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താണ്, കറക്റ്റ് ആയിരിക്കും. സോ എങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, രണ്ട് നമ്പേഴ്സിൻ്റെ GCD കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ HCF കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്തുപയോഗിച്ച്, യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് HCF കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ GCDയെ ഇൻ ടേംസ് ഓഫ് ദീസ് 2 നമ്പേഴ്സ് എഴുതുന്നത് ഇപ്രകാരമാണ്. അത് കുറച്ച് ട്വിസ്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ GCD കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് 0 റിമൈൻഡർ ഉള്ള സ്റ്റെപ്പിലേക്കാണ് വരുന്നത്, മുകളിൽ നിന്നും താഴേക്ക്. അറ്റ് ദ സെയിം ടൈം നമ്മൾ GCDയെ ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ ടേംസ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, താഴേന്ന് മുകളിലേക്കുള്ള സ്റ്റെപ്സിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Let's move on to the second question. Here the two numbers are -8 and -36. So A is equal to -8 and B is equal to -36. അവിടെ നമുക്ക് ഒരു ചെറിയ വേരിയേഷൻ വരുത്താം അല്ലേ. ഇവിടെ നമുക്ക് 36 എന്നാണ് നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും വാല്യൂ വലുതായിട്ടുള്ള റെസ്പെക്റ്റീവ് ഓഫ് ദ സൈൻ വാല്യൂ വലുതായിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, A ആയിട്ട് എടുക്കേണ്ടത്. വാല്യൂ ചെറുതിന് നമ്മൾ B ആയിട്ട് എടുക്കും. സോ ഹിയർ A ക്യാൻ ബി 36 ആണ് വലിയ വാല്യൂ, സൈൻ നോക്കിയല്ല, സൈൻ നോക്കാതെ 36 ആണ് വലിയ വാല്യൂ. therefore A is equal to -36 എന്നും B is equal to -8 എന്നും എഴുതാം അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മൾ
എന്ത് ചെയ്യുന്നു, ഈ രണ്ട് -36ൻ്റെയും -8ൻ്റെയും GCD ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് അവയെ ഉപയോഗിച്ച് അവയുടെ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ഒന്ന് അപ്ലൈ ചെയ്യാം. Therefore -36 when divided by -8 ഇത് നമ്മൾ ചെയ്യണക്ക് തന്നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Therefore it become -40 and the remainder is 4. So -36 can be written as -8 into 5 plus 4. ഇവിടെ റിമൈൻഡർ എന്താകുന്നില്ല, 0 ആകുന്നില്ല. So we can again apply Euclidean division lemma to -8 and 4. So -8 on division with 4 we get quotient as -2 because 4 into -2 is -8. So -8 and the remainder is 0. So -8 is equal to 4 into -2 plus 0. അങ്ങനെയെങ്കിൽ നമ്മളുടെ റിമൈൻഡർ ഇവിടെ 0 ആയി കഴിഞ്ഞു. ആ റിമൈൻഡർ 0 ആകുന്ന സ്റ്റേജിലെ ഡിവൈസറിൻ്റെ വാല്യൂ ആയ 4 ആണെന്ന് പറയുന്നത് GCD of -36 and -8 എന്ന് പറയുന്നത്. Therefore HCF or GCD of -36 and -8 is equal to 4. ഇനി നമുക്ക് എന്ത് വേണം, ഈ 4നെ -36ൻ്റെയും -8ൻ്റെയും ടേമിൽ എഴുതണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത സ്റ്റേജസിന് എന്ത് ചെയ്യുന്നു, നേരെ തിരിച്ച് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 0 റിമൈൻഡർ ആയ സ്റ്റേജിൽ നമ്മൾ GCD കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ആ സ്റ്റേജിൻ്റെ ആവശ്യം നമുക്ക് കഴിഞ്ഞു. ഈ തൊട്ട് മുകളിലുള്ള സ്റ്റേജിൽ നമുക്ക് എന്ത് എഴുതാം, 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാം. അപ്പോൾ 4 അല്ലെങ്കിൽ ഈ 4നെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ -8 into 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഉണ്ടായിരുന്ന -36 ഈ -8 into 5 ഇപ്പുറത്ത് വരുമ്പോൾ ഇതിപ്പോൾ ഒറ്റ ടേമായിട്ട് ഞാൻ എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ -8 ഇപ്പോൾ -8 B ആണ്. -8ൻ്റെ മൈനസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. അത് B ആയിട്ട് ഞാൻ എടുത്തേക്കുമ്പോൾ എന്തിനെ തന്നെയാണ്, -8നെ തന്നെ. സോ ആ ഹോൾ ടേമിന് -8 into 5 എന്ന് പറയുന്ന ആ ടേമിനെ ഞാൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുകയും അതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താക്കുകയും ചെയ്യുന്നു, നെഗറ്റീവ് ആക്കുകയും ചെയ്യുന്നു. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ GCD എക്സ്പ്രസ് ചെയ്യേണ്ടത് എപ്രകാരമാണ്, A into X plus B into Y എന്നുള്ള ഫോമുല അല്ലേ. GCD എനിക്ക് എഴുതേണ്ടത് A into X plus B into Y എന്നുള്ള ഫോമുല. ഇവിടെ A എന്താണ്, -36 ആണ്. B എന്താ, -8. സോ ഇവിടെ എയുടെ സ്ഥാനത്ത് -36 സം X പ്ലസ് -8 സം Y എന്നാണ് എനിക്ക് കൊണ്ടുവരേണ്ടത്. ഏത് 4 എന്ന് പറയുന്ന GCD. സോ -8 ആയിട്ട് തന്നെ എനിക്ക് എന്ത് വേണം, അവസാനത്തെ ഇക്വേഷനകത്ത് വേണം, ആ റെപ്രസെൻറ്റേഷനകത്ത് വേണം. അതുകൊണ്ടാണ് ഈ -8 into 5നെ ഒറ്റ ടേമായിട്ട് ഞാൻ എടുത്തിട്ട് അതിനെ ഹോളായിട്ട് ഞാൻ എന്തായിട്ട് കൊണ്ടുവരുന്നു, ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. സോ ആ പോസിറ്റീവ് ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ആകും. -8 into 5 equal to 4. ഇത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ദാറ്റ് ഈസ് 4 is equal to -36 minus -8 into 5 എന്ന് എഴുതാം അല്ലേ. Therefore 4 is equal to ഇനി ജസ്റ്റ് അനലൈസിങ് മാത്രമേ ഉള്ളൂ. 4 equal to -36 into X plus -8 into Y എന്നാണ് എനിക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ -36 എനിക്കുണ്ട് അല്ലേ, -36 അതേപടിയുണ്ട്. Therefore ആ എക്സിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാം, ഇൻറ്റു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എനിക്ക് എന്താകും, എക്സിൻ്റെ പൊസിഷൻ എനിക്ക് കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. സോ ഈ -36നെ എനിക്ക് -36 into 1 എന്ന് എഴുതാം. ഇപ്പോൾ എന്തായി, 4 is equal to -36 ദിവസം എക്സ് എന്നായിട്ട് മാറി. ഞാനിനി വേറെ മാനിപ്പുലേഷൻസിൻ്റെ ആവശ്യമില്ല, -36 ഓരോരിടത്തും ഇല്ല. സോ അവിടെ ഒരു എക്സിൻ്റെ പ്രസൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായിട്ട് നമുക്ക് കൊടുക്കാം, 1 ആയിട്ട് കൊടുക്കാം. അപ്പോൾ വിലയ്ക്ക് വ്യത്യാസവും വരുന്നില്ല. ഇനി എന്താണ്, ഈ മൈനസ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എന്താണ് വരേണ്ടത്, പ്ലസ് ആണ് വേണ്ടത്. സോ ഈ മൈനസ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മൈനസിന് -8ന് കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് വേണ്ടതാണ് റെപ്രസെൻറ്റേഷൻ, അത് വേണ്ടതാണ്. സോ ഈ മൈനസിനെ ആർക്ക് കൊടുക്കുന്നു, 5ന് കൊടുക്കുന്നു. സോ നടുക്കത്തെ സൈൻ, ഓപ്പറേഷൻ സൈൻ പോസിറ്റീവ് ആകുകയും ഇറ്റ് ബിക്കം -8 into -5. So -36 into 1 plus -8 into -5 എന്തായിട്ട് മാറി, 4. That is the GCD ആയിട്ട് മാറി. So
ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പേ ഉണ്ടായിരുന്നുള്ള യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതത്തിനകത്ത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ആ റെപ്രസെൻറ്റേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ ഇവിടെ നമുക്ക് GCD ഓഫ് -36 ആൻഡ് -8 4 എന്നും കിട്ടി. ആ 4 നമുക്ക് -36-ൻ്റെയും -8-ൻ്റെയും മൾട്ടിപ്പിൾസിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Let's move on to the third one. Here the numbers are 86 and 58. Here A is equal to 86 and B is equal to 58. എന്ത് ചെയ്യണം, 86-നെ 58 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ എന്ന് എഴുതാം. Therefore 86 on division with 58. So 58 into 1, that is 58. The remainder is 28. 28 58-നേക്കാൾ ചെറുതാണ്. താഴേക്ക് ഇറക്കി എഴുതാൻ വേറെ വാല്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ we can say that on dividing 86 by 50 by using 58 we get the quotient as 1 and remainder as 28. So by using Euclidean division lemma, 86 is equal to 58 into 1 plus 28. Here also the remainder is 28, which is not equal to 0, so we have to carry out Euclidean division lemma procedure once again. That is, we have to divide 58 using 28. Therefore 28 into 2 is 56, the remainder is 2. So we can write 58 is equal to 28 into 2 plus 2. Here also the remainder is 2, which is not equal to 0, so we have to carry out the Euclidean division lemma again by using 28 and 2. Therefore 28 is equal to 28 on division with the 2, we get 1 2s are 2, 4 2s are 8, the remainder is 0. Therefore 28 is equal to 2 into 14 plus 0. Here in the third step, ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് റിമൈൻഡർ എന്താണെന്ന് കിട്ടി, 0 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേജിലെ ഡിവൈസർ ദാറ്റ് ഈസ് 2 വിൽ ബി ദ HCF of 86 and 58. Therefore HCF of 86 and 58 is equal to എന്തെന്ന് കിട്ടി, 2 എന്ന് കിട്ടി. So by using Euclidean division algorithm നമ്മൾ HCF of 86 and 58 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, 2 എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ now we have to represent this 2 in terms of 86 and 58. സോ അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റേജ് നമ്മൾ ഓൾറെഡി HCF കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തു. നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിൽ 2-നെ നമുക്ക് എങ്ങനെ എഴുതാം, 58 ഈ 28 into 2-നെ ഇപ്പുറത്തോട്ടും ദാറ്റ് ഈസ് 58 മൈനസ് 28 into 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈ സ്റ്റേജിൽ നിന്നും 58 മൈനസ് 28 into 2 ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 2 എന്ന് കിട്ടും. അങ്ങനെ റീഅറേഞ്ച് എഴുതുമ്പോൾ 2 ഈസ് ഈക്വൽ ടു 58 മൈനസ് 28 into 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യവും ഈ സ്റ്റേജിൻ്റെ ആവശ്യവും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം, ഈ 28-നെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, 2 is equal to 2 എന്ന് പറയുന്ന GCDയെ some 86 into some x plus 58 into y എന്നാണ് കൊണ്ടുവരേണ്ടത് അല്ലേ. അപ്പോൾ 86-ൻ്റെ പ്രസൻസും എനിക്ക് ലാസ്റ്റ് ഇക്വേഷനിൽ വേണം, 58-ൻ്റെ പ്രസൻസും എനിക്ക് ലാസ്റ്റ് ഇക്വേഷനിൽ വേണം. ഇപ്പം എനിക്ക് കിട്ടിയ ഇക്വേഷനകത്ത് 58 ഉണ്ട്, പിന്നെന്താ ഉള്ളത്, 86-ൻ്റെ പകരം 28 into 2 എന്നാണ് കിടക്കുന്നത്. 86 into x-ന് പകരം 28 into 2 എന്നാണ് കിടക്കുന്നത്. സോ ഈ 28-ൻ്റെ ആവശ്യം എനിക്ക് എവിടെ ഇല്ല, ലാസ്റ്റ് ഇക്വേഷനകത്ത് ഇല്ല. സോ ഈ 28-നെ എനിക്ക് എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിൽ നിന്നും റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത ലാസ്റ്റ് സ്റ്റേജ് ഞാൻ എടുക്കുന്നു. അവിടെ നിന്ന് 28-നെ എന്തെന്ന് എഴുതാം, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് 86 മൈനസ് 58 into 1-നെ
എന്തെന്ന് എഴുതാം? 28 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 28ന് പകരം 86 മൈനസ് 58 ഇൻറ്റു 1 എന്ന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 28ന് പകരം 86 മൈനസ് 58 ഇൻറ്റു 1 എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, therefore 2 ഈസ് ഈക്വൽ ടു മൈനസ് 28ന് പകരം ഞാൻ എന്ത് എഴുതുന്നു? 86 മൈനസ് 58 ഇൻറ്റു 1 ഇൻറ്റു 2 എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 58 മൈനസ് ഈ 86നും ഈ ഇൻറ്റു 2 ബാധകമാണ്, 58 ഇൻറ്റു 1നും ആ ഇൻറ്റു 2 ബാധകമാണ്. അപ്പോൾ രണ്ടിനും കൊടുക്കുന്നു. 86 ഇൻറ്റു 2 മൈനസ് 58 ഇൻറ്റു 1 ഇൻറ്റു 2 വിച്ച് ഈസ് ഈക്വൽ ടു 58. ഈ മൈനസ് ഞാൻ രണ്ട് ടേംസിന് കൊടുക്കുന്നു. മൈനസ് 86 ഇൻറ്റു 2 മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ് 58 ഇൻറ്റു 1 ഇൻറ്റു 2 ഈസ് 2. നൗ ഫസ്റ്റ് ടേമിലും 58 ഉണ്ട്, ലാസ്റ്റ് ടേമിലും 58 ഉണ്ട്. രണ്ടിൽ നിന്ന് 58 ഞാൻ കോമൺ എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 58 ഇൻറ്റു ഫസ്റ്റ് ടേമിൽ ബാക്കി എന്തുണ്ട്? 1 പ്ലസ് ലാസ്റ്റ് ടേമിൽ ബാക്കി എന്തുണ്ട്? 58 കഴിഞ്ഞ് ബാക്കി 2 ഉണ്ട്. മൈനസ് 86 ഇൻറ്റു 2. That is equal to, therefore 2 is equal to 58 into 3 minus 86 into 2 അല്ലേ? അപ്പോൾ ഇവിടെ ഈ നടുക്കത്തെ സൈൻ നെഗറ്റീവാണ്. സോ അതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ മൈനസ് സൈനെ 86ന് ആവശ്യമില്ല അല്ലേ? ഇനി നമുക്ക് ആർക്ക് കൊടുക്കാം? 2ന് കൊടുക്കാം. therefore 2 is equal to 58 into 3 plus 86 into minus 2. അപ്പം നമുക്ക് എഴുതാം 2 ഈസ് ഈക്വൽ ടു, ഈ ഫോർമാറ്റിലാണ് എഴുതുന്നത്. ആദ്യം 86ൻ്റെ ടേം, ദാറ്റ് ഈസ് 86 ഇൻറ്റു മൈനസ് 2 പ്ലസ് 58 ഇൻറ്റു 3. സോ നമ്മൾ 2 എന്ന് പറയുന്ന 86ൻ്റെയും 58ൻ്റെയും GCDയെ നമ്മൾ ഇൻ ടേംസ് ഓഫ് 86 ആൻഡ് 56 എങ്ങനെ എഴുതി? 2 ഈസ് ഈക്വൽ ടു 86 ഇൻറ്റു മൈനസ് 2 പ്ലസ് 58 ഇൻറ്റു 3. ഹിയർ ദ വാല്യൂ ഓഫ് x ഈസ് മൈനസ് 2 ആൻഡ് ദാറ്റ് ഓഫ് y ഈസ് 3. സോ ഇങ്ങനെയാണ് നമ്മൾ യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് രണ്ട് നമ്പേഴ്സിൻ്റെ GCDയെ അതേ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ സമ്മായിട്ട് അല്ലെങ്കിൽ അതേ നമ്പേഴ്സിൻ്റെ ടേംസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ തേർഡ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫോർത്ത് വൺ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ GCD ഓഫ് 81 ആൻഡ് 110. സോ അവിടെ നമ്മൾ വലിയ നമ്പർ 110 ആയതുകൊണ്ട് അതിനെ നമ്മൾ A ആയിട്ടും ചെറിയ നമ്പറായ 81നെ B ആയിട്ടും അസ്യൂം ചെയ്യുന്നു. So in the fourth question, A is equal to 110 and B is equal to 81. അപ്പോൾ സാധാ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ നമുക്ക് അപ്ലൈ ചെയ്യാം. therefore 110 on divided by 81. 1 into 81 is 81. The remainder is 29. 81 into 2 എത്ര? എന്തായാലും 110നെക്കാട്ടി കൂടുതൽ വരും അല്ലേ? 162 ഒക്കെ വരും. സോ ഓൺ ഡിവിഷൻ വിത്ത് 81 we get the remainder as 29 and quotient as 1. Therefore 110 can be written as 81 into 1 plus 29. Here, since the value of remainder is 29, which is not equal to 0, we have to apply Euclidean division lemma once again by using the numbers 81 and 29. Therefore, on dividing 81 by using 29 is 58, again 29 into 3 is 10 to 27, 6 plus 2. So 2 can be written 29 into 2 is 58, 7, again 3, 23. So we can 29 on 81 on dividing with 29, we get the quotient as 2 and remainder as 23. So 81 is equal to 29 into 2 plus 23.
എഗെയിൻ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെയും നമ്മൾ റിമൈൻഡർ 0 അല്ലാത്തതുകൊണ്ട് വി ഹാവ് ടു അപ്ലൈ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ വൺസ് അഗെയിൻ ബൈ യൂസിങ് ദ നമ്പേഴ്സ് 29 ആൻഡ് 23. 29 on dividing with 23 we get 1 5, so not 5 6. Therefore 29 can be written as 29 is equal to 23 into 1 plus 6. Here also remainder is not equal to 0, so again we are dividing 23 by using 6. This is 6 3s are 18, again 5. So 23 is equal to 6 into 3 plus 5. Here also remainder is not equal to 0, so we have to divide 6 with 5, again 5 balance 1. Therefore 6 is equal to 5 into 1 plus 1. Here also remainder is not equal to 0, so we can divide 5 using 1. The quotient is 5 and the remainder is 0. Therefore 5 is equal to 1 into 5 plus 0. സോ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ എന്തെന്ന് കിട്ടി, റിമൈൻഡർ 0 ആണെന്ന് കിട്ടി. സോ ഇവിടുത്തെ നമ്മളുടെ GCD ഓർ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദ ടു നമ്പേഴ്സ് ഏതൊക്കെ, 110 ആൻഡ് 81 ഈസ് എത്രയാണെന്ന് കിട്ടും, നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ 110ൻ്റെയും 81 രണ്ട് നമ്പേഴ്സിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഫോർ ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതേ സ്റ്റെപ്പുകളെ റിവേഴ്സ് ഓർഡറിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾക്ക് 1നെ ഇൻ ടേംസ് ഓഫ് 110 ആൻഡ് 81 ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് സ്പേസ് ആവശ്യമുണ്ട്. ഞാൻ ഈ സ്റ്റെപ്പുകൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ GCD ആയ 1നെ ഇൻ ടേംസ് ഓഫ് 81 ആൻഡ് 110 ചെയ്തു തുടങ്ങാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്, 1 is equal to 110 into some x plus 81 into some y എന്നാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ സ്റ്റെപ്സ് ക്യാരി ഔട്ട് ചെയ്യാണ്. നമുക്ക് 1 എന്ന GCD കിട്ടിയ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. തൊട്ട് മുകളിലെ സ്റ്റെപ്പിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്റ്റെപ്പിൽ നമുക്ക് എന്തെഴുതാം, 6 മൈനസ് 5 into 1 is equal to എന്തെന്ന് എഴുതാം, 1 എന്ന് എഴുതാം അല്ലേ. therefore 1 is equal to 6 minus 5 into 1 എന്ന് എഴുതും അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ നമ്മൾ ലാസ്റ്റ് ചെയ്ത സ്റ്റെപ്പിൻ്റെ തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പിൻ്റെ റിമൈൻഡർ എത്രയാണ് നോക്കുക, എത്രയാണ്, 5 അല്ലേ. സോ ഈ 5 നമ്മളിപ്പോൾ എഴുതിയ സ്റ്റെപ്പിനകത്തുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അതായത് നമുക്ക് വേണ്ട എന്തായിരുന്നു, 1 ആയിരുന്നു. ആ 1നെ നമ്മൾ ഈ സ്റ്റേജിൽ നിന്നും സോർട്ട് ചെയ്തെടുത്ത് എഴുതി. ഇനി നമ്മൾ നോക്കുക, അതിന് തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പിൻ്റെ റിമൈൻഡർ എത്രയാണ്, 5 ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ ആ 5നെ ഈ ഇക്വേഷനിൽ നിന്നും 5ൻ്റെ ഇക്വേഷൻ എടുത്തതിന് ശേഷം 5 ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ഇതിന് ശേഷം 5ൻ്റെ വാല്യൂ എടുത്തതിന് ശേഷം ആ വാല്യൂ എവിടെ കൊടുക്കുക, ഈ 5ൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ഈ ഇക്വേഷനിൽ നിന്നും എനിക്ക് 23 മൈനസ് 6 into 3 ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 5 എന്ന് കിട്ടും. അപ്പോൾ ഈ 5 എന്ന് പറയുന്ന റിമൈൻഡറിനെ എനിക്ക് എങ്ങനെ എഴുതാം, 23 മൈനസ് 6 into 3 എന്ന് എഴുതാമല്ലോ. സോ ഈ 5ൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാം, 23 മൈനസ് 6 into 3 എന്ന് കൊടുക്കാം. therefore is equal to 6 minus 23 minus 6 into 3 into 1. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു, which is equal to 6 minus 23 into 1 minus 6 into 3 into 1, which is equal to 6 minus അകത്തേക്ക് കൊടുക്കുന്നു,
minus 23 into 1, minus into minus is plus, 6 into 3 into 1 is 3. ഇനി ഫസ്റ്റ് ടേമിന് ലാസ്റ്റ് ടേമിന് 6നെ കോമൺ, ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. 6നെ കോമൺ എടുക്കുമ്പോൾ 6 ഇൻറ്റു ഹിയർ ഇസ് 1 പ്ലസ് 3 minus 23 into 1. Therefore 1 equal to, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ 1 ആണ്. 1 equal to 6 into 4 minus 23 into 1 എന്ന് കിട്ടും അല്ലേ. ഇനി അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൻ്റെ ആവശ്യവും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നു, തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പിൻ്റെ റിമൈൻഡറിനെ നോക്കുന്നു. അതെന്താണ് 6 ആണ് അല്ലേ. സോ ആ റിമൈൻഡറിനെ ഞാൻ സോർട്ട് ചെയ്ത് എഴുതുന്നു. ദാറ്റ് ഈസ് 29 മൈനസ് 23 into 1 ഈക്വൽ ടു എനിക്ക് എന്താണെന്ന് എഴുതാം 6 എന്ന് എഴുതാം അല്ലേ. ഈ 6ൻ്റെ വാല്യൂവിനെ ഞാൻ എവിടെ കൊടുക്കുന്നു, ഈ സ്റ്റെപ്പ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 6ന് പകരം 29 മൈനസ് 23 into 1 എന്ന് എഴുതി ഇൻറ്റു 4 മൈനസ് 23 into 1. ഈ ഇൻറ്റു 4-നകത്തേക്ക് കൊടുക്കുന്നു. ദാറ്റ് ഈസ് 29 into 4 minus 23 into 1 into 4 minus 23 into 1, which is equal to 29 into 4 minus 23 into 1 into 4 is 4 minus 23 into 1. That is equal to 29 into 4 minus ഈ ടേമിനകത്തും minus 23 ഉണ്ട്, ഈ ടേമിനകത്തും minus 23 ഉണ്ട് അല്ലേ. സോ ഞാൻ ആ മൈനസിനെയും 23 കഴിഞ്ഞ് പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്, ബാക്കി മൈനസും 23 പുറത്തു വന്നു, ബാക്കി എന്തുണ്ട് 4 ഉണ്ട്. ഇവിടെ മൈനസും 23 പുറത്തു വന്നു, ബാക്കി എന്തുണ്ട് പ്ലസ് 1 ഉണ്ട്. Therefore അവിടെ നമുക്ക് എങ്ങനെ എഴുതാം, 29 into 4 minus 23 into 4 plus 1 is 5. സോ എനിക്ക് ഇപ്പോഴത്തെ സ്റ്റെപ്പ് എങ്ങനെ കിട്ടി, 1 is equal to 29 into 4 minus 23 into 5 എന്ന് കിട്ടി അല്ലേ. അങ്ങനെയെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്ത അവസാനത്തെ സ്റ്റെപ്പ് ഇവിടം വരെ എത്തിച്ചു. ഇനി അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യവും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നു, തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പ്, അതിൽ നിന്ന് അവിടുത്തെ റിമൈൻഡർ ഏതാ 23ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുന്നു. ദാറ്റ് ഈസ് 81 മൈനസ് 29 into 2 ഈസ് 23 അല്ലേ. ആ 23യുടെ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 29 into 4 മൈനസ് 23ക്ക് വരുന്നത് എഴുതാം 81 മൈനസ് 29 into 2 into 5. ഇനി സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. 29 into 4 മൈനസ് ഈ ഇൻറ്റു 5 81നും കൊടുക്കാം, 29 into 2നും കൊടുക്കാം. Therefore 81 into 5 മൈനസ് 29 into 2 into 5. That is equal to 29 into 4 മൈനസിനകത്തേക്ക് കൊടുക്കുമ്പോൾ minus 81 into 5. Here minus into minus is plus. 29 into 2 into 5 is 10. So എനിക്ക് എങ്ങനെ കിട്ടി, 1 is equal to 29 into 4 minus 81 into 5 plus 29 into 10 എന്ന് കിട്ടും. ഇവിടെ ഫസ്റ്റ് ടേമിലും 29 ഉണ്ട്, ലാസ്റ്റ് ടേമിലും 29 ഉണ്ട്. അവരെ കോമൺ എടുക്കുന്നു. ദാറ്റ് ഈസ് 29 into ഫസ്റ്റ് ടേമിൽ ബാക്കി എന്തോ ഉണ്ട് 4, ലാസ്റ്റ് ടേമിൽ ബാക്കി എന്തോ ഉണ്ട് 10. 4 plus 10 minus 81 into 5. Therefore 1 equal to 29 into 14 minus 81 into 5 എന്ന് എഴുതാം അല്ലേ. സോ നമുക്ക് ആ 23യുടെ സ്റ്റെപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞു. ആൻഡ് നൗ ഇറ്റ്സ് അബൌട്ട് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഹിയർ. ലാസ്റ്റ് സ്റ്റെപ്പ് മീൻസ് ആ ഓർഡറിനനുസരിച്ച് പോകുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നിന്ന് എനിക്ക് ഇവിടുത്തെ റിമൈൻഡറായ 29 എങ്ങനെ എഴുതാം, 110 മൈനസ് 81 into 1 is equal to 29 എന്ന് എഴുതാം. സോ ഇവിടെ 29ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു, 110 മൈനസ് 81 into 1 into 14 മൈനസ് 81 into 5 into 14നെ ഞാൻ രണ്ട് ടേംസിനായിട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് 110 into 14 മൈനസ് 81 into 1 into 14
minus 81 into 5. That is equal to, here 1 is equal to 110 into 14 minus 81 into 1 into 14 is 14 minus 81 into 5. So 110 into 14, ഈ രണ്ട് ടേമിനകത്ത് എന്ത് കോമൺ ഉണ്ട്? -81 കോമൺ ഉണ്ട് അല്ലേ? സോ -81 ഇൻറ്റു ഫസ്റ്റ് ടേമിനകത്ത് എന്തുണ്ട്? 14, സെക്കൻഡ് ടേമിനകത്ത് +5. That is equal to 110 into 14 minus 81 into 14 plus 5 is 90. So നമുക്ക് എന്ത് കിട്ടി? 1 നമുക്ക് എന്താ കൊണ്ടുവരേണ്ടത്? 1 equal to 110x plus 81y എന്നായിരുന്നു കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 equal to 110 into x സ്ഥാനത്ത് എന്ത് വന്നു? 14 വന്നു. ഇനി എന്ത് വേണം? പ്ലസ് വേണം. ഇവിടെ കിടക്കുന്നത് എന്താ? മൈനസാണ്. അപ്പോൾ ഈ മൈനസ് നമുക്ക് 81 കൊടുക്കാൻ പറ്റില്ല. 81 പോസിറ്റീവായിട്ട് തന്നെ വേണം അല്ലേ? കാരണം നമ്മുടെ ബി എന്താണ്? 81 തന്നെ. സോ ആ മൈനസ് ആർക്ക് കൊടുക്കുന്നു? 90 കൊടുക്കും. സോ വി ക്യാൻ റൈറ്റ് 1 is equal to 110 into 14 plus 81 into minus 90. So the GCD of 110 and 81 is 1, and we can write 1 is equal to 110 into 14 plus 81 into minus 19. സോ ഇങ്ങനെയാണ് നമ്മൾ യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് രണ്ട് നമ്പേഴ്സായി എയുടെയും ബിയുടെയും GCD കാൽക്കുലേറ്റ് ചെയ്യുകയും ആ GCDയെ നമ്മൾ ആ എയ്ക്കും ബിക്കും എയുടെയും ബിയുടെയും ടേംസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യും. സോ ഇന്ന് നമ്മൾ യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം എന്താ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്തു. കൂടാതെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള 4 യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻസാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്തത്. ഇന്ന് ഈ പഠിപ്പിച്ച കാര്യങ്ങൾ 3 പ്രാവശ്യം എഴുതി പഠിച്ചതിന് ശേഷം എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.